ചേലക്കര പുതുപ്പാലം പ്രദേശത്ത് പാലത്തിനടിയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരങ്ങളും മാലിന്യങ്ങളും മറ്റു വസ്തുക്കളും അടിഞ്ഞുകൂടി വീട്ടിലേക്കുള്ള ഏകവഴി തകരുമോ എന്ന പേടിയിലാണ് പ്രദേശത്തെ PV ബാലനും കുടുംബവും. നിരവധി തവണ അധികാരികളോട് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും ഇവർ പരാതിപ്പെടുന്നു. മെമ്പറെ വിളിച്ച് കാണിച്ചു കൊടുത്തു. മെമ്പർ എല്ലാം മാറ്റാമെന്നുള്ള പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും മെമ്പറോട് ഞാൻ സംസാരിച്ചു. മെമ്പർ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതുപോലെ വലിയ റൂട്ടിൽ എല്ലാവരും കൊണ്ടുവന്ന് നമ്മുടെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെയാണ് ആൾക്കാർ ചിലരൊക്കെ സാധനങ്ങൾ വേസ്റ്റ് കൊണ്ടുവന്ന് തോട്ടിലേക്ക് ഇടുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഞാൻ പഞ്ചായത്തിന് ഈ അയൽവക്കത്തുള്ള ആൾക്കാരുടെ ഈ ഭാഗത്തുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കൂടെ സിഗ്നേച്ചർ എടുത്തിട്ട് ഒരു 100 ചില്ലുവാനും ആൾക്കാരുടെ ഒരു പരാതിയായിട്ട് പഞ്ചായത്തിൽ കൊടുത്തു. അതിൻ്റെ കോപ്പി ഞാൻ മന്ത്രിക്ക് അയച്ചു. കെ രാധാകൃഷ്ണൻ. അന്ന് മന്ത്രിയുടെ ഒരു റിപ്ലൈ വന്നു. ഞാനിതെല്ലാം പഞ്ചായത്തിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യാതൊരു കാര്യവും ഉണ്ടായില്ല. ഇത്തവണ ഇത് തന്നെ അന്ന് പറയുന്നു. ഇന്നലെ ചോദിച്ചപ്പോഴും പറയുന്നു ചെയ്യുന്നുണ്ട്. ദിവസം ഇന്നിപ്പം 22, 23, 24 ദിവസമായി. 30-ാം തീയതി ഉണ്ടായതാണ് സംഗതി. പക്ഷേ തോടെങ്കിലും ഒന്ന് നേരെയാക്കി തരാനായിട്ട് പഞ്ചായത്തുകാർ നോക്കിക്കഴിഞ്ഞാൽ നടക്കും. അത് ഇപ്പോൾ ഇത്രയും ദിവസമായി. ഇന്നലെ ഞാൻ പഞ്ചായത്ത് മെമ്പറോട് സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പറോട് ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ എല്ലാ വർഷവും ഞാനൊരു 10,000 രൂപയെങ്കിലും ഞാൻ ചിലവാക്കാറുണ്ട്. വീട്ടിൽ വന്നടിയുന്ന അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ വേണ്ട തരത്തിൽ ആൾക്കാരെ നിർത്തി സാധനങ്ങളെല്ലാം തോട് വൃത്തിയാക്കിക്കുന്നത് ഞാൻ തന്നെ. എൻ്റെ പൈസ ചിലവാക്കിയിട്ടാണ് ഞാൻ ചിലവാക്കുന്നത്. ഇതിപ്പോൾ ഇത്തവണത്തെ അതൊന്നും കൊണ്ട് നിൽക്കില്ല. 2000-3000 രൂപ കൊണ്ടൊന്നും നിൽക്കില്ല. അത്രയ്ക്കുണ്ട്. അവരാരും ഒന്നും വന്ന് നോക്കാൻ പോലും ഇവിടെ വന്നു. പക്ഷേ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയോ പഞ്ചായത്തിൽ നിന്ന് പ്രസിഡൻറ്റോ ആരെങ്കിലും ഇതിൻ്റെ ഗ്രാവിറ്റി എത്രയാണെന്നുള്ളത് നോക്കാൻ ഇതുവരെ വന്നിട്ടുമില്ല. ഞങ്ങളുടെ പ്രധാന പ്രശ്നം തോട്ടിൽ കണ്ട കച്ചറ മരങ്ങൾ, വലിയ മരങ്ങൾ കട്ടിൽ കിടക്കയൊക്കെ വന്ന് ഇതാക്കണം. അപ്പം ഭയങ്കര നാറ്റവും പിന്നെ പാമ്പും ഇഴജന്തുക്കളൊക്കെ വന്ന് വീട്ടിലേക്ക് കയറി വരുന്നു. ഞങ്ങൾ 2 പ്രായമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പഞ്ചായത്ത് എന്തെങ്കിലും കച്ചറ നീക്കാനായിട്ട് കാര്യങ്ങൾ നോക്കണം. മെമ്പറോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചെയ്യാമെന്നുള്ള ഒരു പറച്ചിലല്ലാതെ ഇതുവരെ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നേരെയാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കച്ചറകൾ മാറ്റാനോ ഉള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കൊതുവിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇഴജന്തുക്കൾ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. പിന്നെ ഭയങ്കര നാറ്റം വെള്ളത്തിന്. ഞങ്ങൾ പ്രായമായവരായതുകൊണ്ടും പനിയോ അങ്ങനെ ഡെങ്കിപ്പനിയോ ചിക്കൻ ഗുനി അങ്ങനെ വല്ലതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നു. വലിയ മരങ്ങൾ വേരോടെ വന്ന് താഴെ വന്നിട്ട് അതിൻ്റെ പാലത്തിൻ്റെ പില്ലറിന് പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഭയങ്കര ബലക്ഷയം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പം അതിനെന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണണമെന്ന്. സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി. ഏവർക്കും ലിയ സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം ആഘോഷമാക്കാം ലിയ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം. സെപ്റ്റംബർ 15 വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം. കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട. ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം. ലിയ സിൽക്സ്, പാലസ് റോഡ്, ചേലക്കര. ഫോൺ നമ്പർ 0488425188 9847607436.